കിടിലൻ ടേസ്റ്റിലൊരു വെജ് കുറുമയാട്ടോ ഇന്ന് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. നമ്മൾ ബീഫും ചിക്കനൊക്കെ കൂട്ടി മടുക്കുന്ന സമയത്ത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലൊരു കുറുമയാണ്. അതിന് വേണ്ടിയിട്ട് കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഏലക്ക, ഗ്രാമ്പൂ, പട്ട ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് സവാള ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും ചെറിയൊരു തക്കാളി ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഒരുപാടങ്ങ് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, അതുപോലെ പയറോ അല്ലെങ്കിൽ ബീൻസോ ചേർത്ത് കൊടുക്കാം. പിന്നെ കുതിർത്തെടുത്തിട്ടുള്ള പട്ടാണി കടല ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റിയപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും വെള്ളവും ചേർത്തിട്ട് 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. പിന്നെ തേങ്ങയിലേക്ക് വലിയ ജീരകവും സോക്ക് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യിൽ കുറച്ച് കാഷ്യൂസ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്താലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇഷ്ടമുള്ളവർ ഇതെന്തായാലും ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്തിട്ട് വേണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് പൊറോട്ട, വെള്ളപ്പം, പാലപ്പം ഇതിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ.